PR നാടകങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇപ്പൊ നജീബ് ക, ഞാനതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയുക, കേരളത്തിലെ യുവ MLA മാർ ഒരു പാഠപുസ്തകം മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ജനപ്രതിയുടെ പേരാണ് നജീബ് കാന്തപുരം എന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. ഞങ്ങളിപ്പോ ഇവിടെ ഈ വേദിയിൽ ഒരു കുട്ടിയെ കണ്ടു. അവൻ കയറി വരുമ്പോ എനിക്ക് നല്ല മുഖപരിചയമുണ്ട്, എനിക്ക് എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി ഹുസൈൻ എന്ന നിങ്ങളുടെ ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിലൂടെ തന്റെ കുടുംബം പോറ്റാൻ, ഉമ്മയെ നോക്കാൻ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ചായ വിറ്റ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ ആ വീഡിയോ ഒരു റീൽസ് ആണല്ലോ ഇപ്പൊ പ്രശ്നം. ഞാൻ കണ്ടത് ഒരു റീൽസാണ്. അതിൽ ആ കുട്ടിയുടെ സങ്കടം ഉണ്ടായിരുന്നു, അവന്റെ അധ്വാനം ഉണ്ടായിരുന്നു. ഈ ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ ഭാരത്തിന്റെ മുൻപിൽ ഒറ്റപ്പെട്ടു പോയ ആ പിഞ്ചുബാലന്റെ സങ്കടങ്ങൾ ആകെ അതിലുണ്ടായിരുന്നു. അവൻ ഇന്ന് സ്കൂളിൽ പോവാണ്. നജീബ് ഒന്നുകൂടി പറഞ്ഞു, ഒരു കരുതലിന്, ഒരു ധൈര്യത്തിന് പെരിന്തൽമണ്ണയിൽ ഞാനിപ്പോ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു ഷിബു. ഇപ്പോ എന്റെ അയൽവാസി കൂടിയാണിവൻ എന്നാണ്. അയൽവാസി കൂടിയാണിവൻ എന്നാണ് അല്ലെ. ഞങ്ങള് റീൽസ് ഇറക്കുമ്പോ ആ റീൽസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇറക്കുന്ന റീൽസിൽ ആ കുട്ടിയുടെ കണ്ണീരോടുകൂടി അത് അവസാനിക്കല്ല, അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അല്ലെ. ആ സെക്കൻഡ് പാർട്ടിലാണ് ചടുലമായി വേദിയിലേക്ക് നടന്നു കയറി ഇവിടുത്തെ MLA കൈപിടിച്ചിട്ട് ആ കുട്ടി ആത്മവിശ്വാസത്തോടെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയത്. ആ റീൽസിൽ അവന്റെ സങ്കടം കണ്ടപ്പോ നിറഞ്ഞുപോയ ഈ പാവം മനുഷ്യന്റെ, നമ്മുടെ കണ്ണുകൾ ആ കുട്ടിയുടെ അഭിമാനം കാണുമ്പോ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇറക്കുന്ന റീൽസിലൂടെ ആളുകൾ കാണാത്ത റിയാലിറ്റി ഈ വേദിയിൽ വന്നു നിന്ന ആ 8 വയസ്സുകാരനാണ്. ഞാൻ നിർത്താണ് സഖാക്കളെ.